അപ്പോൾ ഞാനൊരു മുക്കാൽ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാലിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി പിന്നെ സ്ലൈസാക്കി നുറുക്കിയത്, 3/4 കപ്പിൻ്റെ 1-ാം പാലും 2-ാം പാലും എല്ലാം ചേർത്തെടുത്തതാണ് ആ തേങ്ങാപ്പാൽ. അതിലേക്ക് പട്ട ഒരു 4-5 കരാമ്പൂ, 3-4 ഏലക്ക, അതൊക്കെ ഒന്ന് ചതച്ചിടാം. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 3/4 തേങ്ങയുടെ പാൽ. ഇനി ഇതൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഞെരടണം. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങണം. അപ്പോൾ കൈകൊണ്ട് നല്ല ഞെരടിയിട്ട് അതിനെ ആ പാലിൽ ചേർത്തണം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ 3 ഗ്ലാസ് അരിയല്ലേ, അപ്പോൾ അതിന് 4.5 ഗ്ലാസ് വെള്ളം കണക്കാക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ വെള്ളം ചേർത്താം. തേങ്ങയുടെ പാൽ നമ്മൾ അളന്ന് വെച്ചിട്ട് ഇതൊക്കെ ഇട്ടാൽ മതിയായിരുന്നു, ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ പാൽ കഴിച്ചിട്ടുള്ളത് ഞാൻ വെള്ളം, അങ്ങനെ 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കഴുകി കുതിർത്താൻ ഒരു 10 മിനിറ്റ് എടുത്ത് വയ്ക്കണം. അതിൻ്റെ വീഡിയോ ഇതിൽ കിട്ടിയില്ല, അത് ഞാൻ ആദ്യം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ ഈ ബേ ലീഫ് ഇടണം. പിന്നെ നമ്മൾ ഇത് നല്ല തിളയ്ക്കുമ്പോൾ കഴുകി ഊറ്റി വെച്ച അരി നമുക്കതിലേക്ക് ഇടാം. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് അരി ഇടാം. പച്ചരിയാണ് അതിലിടാം. 3 ഗ്ലാസ് അരിയാണ്, 4.5 ഗ്ലാസ് വെള്ളം, തേങ്ങാപ്പാൽ ചേർത്തിട്ട് 4.5 ഗ്ലാസ്. ഇനി നമുക്കിത് അടച്ച് ഒരു 2 വിസിൽ ആവണ വരെ വയ്ക്കാം. ഇനി ഇതിനോടൊപ്പം കഴിക്കാൻ നമുക്ക് ഇറച്ചിക്കറിയാണ് നല്ലത്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മല്ലിയും മുളകും ആദ്യം വറക്കാം. അത് നല്ല മൂക്കുമ്പോൾ നമുക്കതിൽ പട്ട, കറാമ്പ്, ഏലക്ക, സോമ്പ്, കുരുമുളക് അതൊക്കെ ഇടാം. പെരിഞ്ചീരകമാണ്. അത് നല്ല മൂക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി എല്ലാം കൂടി ഇടാം. അത് മൂക്കുമ്പോൾ ഒരു പിടി പിന്നെ തേങ്ങയും ചേർക്കാം. തേങ്ങ ആവശ്യമുള്ളവർ ചേർത്തിയാൽ മതി, തേങ്ങ ആവശ്യമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായി മൂക്കുമ്പോൾ നമ്മളിത് ഇറക്കി വെച്ച് തണുത്ത ശേഷം നന്നായി അരയ്ക്കാം. ഇനി അതേ കടായി തന്നെ നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 2 സവാള അരിഞ്ഞത് ഇടുക. സവാള നന്നായി മൂത്തു. ഇനി നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന്. മസാല നല്ല മൂത്തത്തിൽ 2 തക്കാളി അരച്ചതാണ് കേട്ടോ. 2 തക്കാളി അരച്ചതാണ്. കറിവേപ്പില ഇടാം. ഒരു പച്ചമുളക് കീറിയത് ഇടാം. 1 കിലോ ചിക്കനാണ്. അടച്ച് അങ്ങനെ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.